ആലുവ ഭാഗത്തേക്ക് ചീറിപ്പാഞ്ഞ യുവാവിനെ കുറിച്ച് പിന്നീട് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് എന്തായാലും അന്വേഷണം തുടങ്ങുകയാണ്. എസ് ശ്യാംകുമാർ ചേരുന്ന വിവരങ്ങളുമായി. ശ്യാം, നടുറോഡിൽ നഗ്നതാ പ്രദർശനം, എന്താണ് നാട്ടുകാർ പറയുന്നത്, പോലീസ് പറയുന്നത്? പോലീസ് ഇതേക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതുവരെ കേസോ പരാതിയൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ നിലവിലെ സ്ഥിതിയിൽ ഈ യുവാവിനെതിരെ 3 കേസുകൾ എടുക്കാനുള്ള വകുപ്പുണ്ട്. ഒന്ന്, ഈ പൊതുവഴിയിലൂടെ നഗ്നനായി വാഹനം ഓടിച്ചതിൻ്റെ നഗ്നതാ പ്രദർശനത്തിനുള്ള ഒരു കേസെടുക്കണം. ഒപ്പം അമിത വേഗത്തിലാണ് ഇയാൾ വാഹനം ഓടിച്ചിരിക്കുന്നത്, വസ്ത്രമില്ല, ഒപ്പം ഹെൽമറ്റും ഇല്ലാതെയാണ് ഈ യുവാവ് വാഹനം ഓടിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റേതായ 3 കേസുകൾ എന്തായാലും ഇയാൾക്കെതിരെ ചുമത്താനുള്ള വകുപ്പുണ്ട്. ഇത് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ നഗരത്തിലൂടെ ഈ തരത്തിലൊരാൾ വാഹനം ഓടിച്ച് പോകുന്നത് കണ്ടപ്പോൾ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ബൈക്കിലെ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പകർത്തതായി കണ്ടതോടുകൂടി ഇയാൾ അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് ആലുവ ഭാഗത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ KL 35E5597 എന്നുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തൊടുപുഴ രജിസ്ട്രേഷനിലുള്ള വാഹനവുമാണ്. ഇതിൻ്റെ യഥാർത്ഥ നമ്പർ തന്നെയാണോ ഈ ഉപയോഗിച്ചിരിക്കുന്നത്, അതല്ല മറ്റേതെങ്കിലും നമ്പറാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇതേക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും അറിയിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇങ്ങനെ പോയത് എന്നുള്ളത് വ്യക്തമല്ല. ഈ ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിൽ ചിലപ്പോഴൊക്കെ മുമ്പ് ബെറ്റ് വെച്ച്, സുഹൃത്തുക്കളുമായി ബെറ്റ് വെച്ച് ഇത്തരത്തിൽ നഗ്നനായി വാഹനം ഓടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായി സ്ട്രീക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ആ തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതല്ല മറ്റേതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അവിടെ നിന്ന് ഈ രക്ഷപ്പെട്ടു പോകുന്ന വഴിയാണോ ഇത് എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ തിരിച്ചറിയേണ്ടതാണ്. ഇയാൾ ഷൂ മാത്രം ധരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഈ യുവാവ് അജ്ഞാതനായി തന്നെ തുടരുകയാണ്. ശ്യാം, ഈ തൊടുപുഴയിൽ നിന്നാണ് ഈ വാഹനം വന്നതെന്ന് സംശയിക്കുന്നു. ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചാണോ ഇത്തരം ഒരു സംശയമുള്ളത്, അല്ല CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ശേഖരിച്ചുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു വിവരം ലഭിക്കുന്നത്? പ്രിയരാഗ്, ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് അധിക സമയമായിട്ടില്ല. പക്ഷേ ഞാൻ അല്പം മുമ്പ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. പോലീസ് ഇതേക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ് എന്നുള്ളൊരു വിവരം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് അല്പം കൂടി ഗൗരവത്തിൽ തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിൻ്റെ നമ്പർ അടക്കം ട്രാക്ക് ചെയ്തത് തൊടുപുഴയ്ക്കടുത്ത് വഴിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളുടെ പേരിലുള്ളതാണ് ഈ KL 35E5597 എന്ന നമ്പറിലുള്ള ബൈക്ക്. പക്ഷേ ഈ RC ഓണർ തന്നെയാണോ ഈ വാഹനം ഓടിച്ചത്, അതല്ല ഈ നമ്പർ ഉപയോഗിച്ച് മറ്റാരെങ്കിലും വാഹനം വ്യാജമായി ഉണ്ടാക്കി വാഹനം ഓടിച്ചതാണോ, അതല്ല ഈ RC ഓണറുടെ ബന്ധുക്കൾ ആരെങ്കിലുമാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നേയുള്ളൂ. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ എന്തായാലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തരത്തിൽ ഇങ്ങനെ നഗ്നനായൊക്കെ ഒരു നഗരത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ വാഹനം ഓടിക്കാനൊക്കെ ധൈര്യമുള്ള ചെറുപ്പക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും ഒരു പൊതുശല്യം എന്നുള്ള നിലയിൽ വേണം കാണാൻ. അപ്പോൾ ആ ഒരു ഗൗരവത്തിൽ എന്തായാലും പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും ഒക്കെ ഈ വിഷയത്തെ എടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചിട്ടുള്ളത് മാത്രമല്ല ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. മാത്രമല്ല ഏതാണ്ടൊരു വലിയ സ്പീഡിലാണ് ഇയാൾ വാഹനം ഓടിച്ച് പോകുന്നതെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തവുമാണ്. ഒപ്പം തന്നെ ഈ നഗ്നതാ പ്രദർശനം, ഈ വകുപ്പുകളൊക്കെ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ വകുപ്പുകളുമുണ്ട്. ഏതായാലും പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം കാത്തിരിക്കുന്നു എന്നാണ് എസ് ശ്യാംകുമാർ പറയുന്നത്.